മലയാളികൾക്ക് പൊതുവെ ദേശീയബോധം കുറവ്. അത് പണ്ടോട്ട് നമുക്ക് സുരക്ഷിതമാണ്. നമ്മൾ ഒരു രാജ്യം അതിർത്തി പങ്കിടുന്നില്ല. സോ വി ഡോണ്ട് നോ. പിന്നെ നമ്മളൊരിക്കലും ഈ വിഭജനത്തിന്റെ മുറിവുകൾ നമ്മളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ദേശീയബോധം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഞാൻ എൻ്റെ സുഹൃത്ത് കർണാടകയിൽ പഠിച്ചാണ്. കർണാടകയിൽ പഠിച്ച് മലയാളിയാണ്, പക്ഷേ കർണാടകയിലാണ് ജനിച്ചോളാം. അപ്പോൾ പുള്ളിയുടെ കർണാടകത്തിൽ ഇങ്ങനെയല്ല. കർണാടകത്തിൽ ഞങ്ങളെല്ലാവരും ഈ മലയാളികൾക്ക് ദേശീയബോധമില്ല, രാജ്യസ്നേഹമില്ല. പ്രവീൺ രവി തൊഗാഡിയ. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഗാന്ധിജി ഒരു നിരാഹാരം കിടക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം പാകിസ്ഥാന് ഇത്ര തുക നൽകാമെന്ന് ഇന്ത്യ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൊടുക്കാത്ത പക്ഷം ഗവൺമെൻറ്റിനെതിരെ ഗാന്ധിജി നിരാഹാര സമരം നടത്തി. രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജിയെ പോലും രാജ്യവിരുദ്ധരാക്കി ചിത്രീകരിക്കുന്ന തീവ്ര വലതുപക്ഷം ഭരിക്കുന്ന നാട്ടിൽ അതേ നിലപാടിനൊപ്പം ചേർന്ന് പോകുന്ന ആളുകളാണ് എസൻസ് ഗ്ലോബൽ. അവരാണ് മലയാളി ദേശീയബോധം പഠിപ്പിക്കാൻ വരുന്നിരിക്കുന്നത്. ഈ ദേശീയബോധം, രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്ന ഒരു തെറ്റായ കോൺസെപ്റ്റ് ഒന്നല്ല. നമ്മളത് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് ഏറ്റവും പ്രധാനമായി സാമ്രാജ്യത്വത്തിന് ഉപയോഗിച്ചിരുന്ന ടൂളാണ് ദേശീയത, രാജ്യസ്നേഹം എന്നൊക്കെ ഉള്ളത്. 1917 കാലഘട്ടത്തിൽ തന്നെ രവീന്ദ്രനാഥ ടാഗോറിനെ പോലുള്ള ആളുകൾ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. നാഷണലിസം ഈസ് എ മെനസ് ഇൻ വിച്ച് പർട്ടിക്കുലർ തിങ്സ് ലൈക്സ് ഓൾ ദ പ്രോബ്ലംസ് ഓഫ് അണ്ടർ ഓൾ ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ. അതായത് ദേശീയത എന്ന് പറയുന്ന ഒരു അപകടകാരിയായ ഒരു സാധനമാണ്. ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം കൂടിയാണ് ദേശീയത എന്നുള്ളത്. അത് 100 വർഷങ്ങൾക്ക് ഇപ്പുറം വളരെ പ്രധാനമായി നമുക്ക് വീക്ഷിച്ചാൽ കാണാവുന്നതാണ്. ഇന്ത്യ മനുഷ്യസ്നേഹത്തിന് മുകളിൽ ഉയർന്നു നിൽക്കാൻ രാജ്യസ്നേഹത്തെയും ദേശീയതയും ഞാൻ ഒരു കാലത്തും അനുവദിക്കില്ല, അതെൻ്റെ ആത്മീയ അഭയകേന്ദ്രമല്ല എന്ന് പറഞ്ഞ രവീന്ദ്രനാഥ ടാഗോറും എസൻസ് ഗ്ലോബലിനെ സംബന്ധിച്ചോളം രാജ്യദ്രോഹികളാണ്, രാജ്യവിരുദ്ധരാണ്. എവിടെ ചുറ്റി വലിഞ്ഞാൽ അവസാനം ഇവർ ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റുകളുമായി ഇത് കൂട്ടിക്കെട്ടും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ബോധം ആളുകൾക്കുള്ളത് കൊണ്ടാണ് രാജ്യസ്നേഹം ഇല്ലാത്തതെന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 1947 ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ സമോന്നതനായ രാഷ്ട്രീയ നേതാവുമായിരുന്ന സഖാവ് AK ഗോപാലൻ ജയിലിലായിരുന്നു. മാപ്പെഴുതി കൊടുത്ത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ജയിലിൽ പോയതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഷൂ പോളിഷ് കമ്പനിയിൽ വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ടല്ല. ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗ്യമായി ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായി പിന്നീട് അവരോധിക്കപ്പെട്ട സാക്ഷാൽ AKG. മലയാളികൾ ബോർഡർ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാടും കർണാടകയും. ഈ 2 സ്ഥലത്തും പ്രാദേശികവാദം തീവ്രമാണ്. അങ്ങനെയാണ് കേരളത്തിനും പ്രാദേശികവാദം ഇച്ചിരി കൂടണ്ടേ, ഭാഷാ പോരാട്ടങ്ങൾ കൂടണ്ടേ, ഭാഷയുടെ പേരിലോ മറ്റെന്തിൻ്റെങ്കിലും പേരിലോ സംഘർഷങ്ങളോ അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് കൂടണ്ടേ? ഇല്ലല്ലോ. അപ്പോൾ മലയാളികളുടെ മാനവിക ബോധമാണ് ഇവരുടെ പ്രശ്നം. കർണാടകയിൽ ഇല്ലാത്ത ഒന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കർണാടകയിൽ വളരെ രാജ്യസ്നേഹപരമായ പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും എന്നൊക്കെയാണ് പറയുന്നത്. അതായത് കർണാടകയിൽ BJP ജയിപ്പിച്ചു, കേരളത്തിൽ BJP ജയിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹം കാണുന്ന മറ്റൊരു പോയിന്റ്. ഇത് വളഞ്ഞു മൂക്ക് പിടിക്കുകയാണ്, വേറെ ഒന്നുമല്ല. ഇനി സിനിമകളിൽ പട്ടാളക്കാരെയൊക്കെ മോശമായി കാണിക്കുന്നു എന്നുള്ളത്, ദുരന്തർ പോലെ സിനിമ എടുക്കാൻ മലയാളികൾക്ക് പറ്റില്ല. എന്നിരുന്നാലും മേജർ രവിയൊക്കെ സംവിധാനം ചെയ്ത പട്ടാള സിനിമകളൊക്കെ കേരളത്തിൽ നന്നായിട്ട് വർക്കാവുകയും ഓടുകയൊക്കെ ചെയ്തതാണ്. മലയാളികൾക്ക് അറിയാം എന്ത് സ്വീകരിക്കണം സ്വീകരിക്കേണ്ട എന്നുള്ളത്.